ശരി ചേരാണ്ട് അയ്യോ സാധനങ്ങൾ കുറച്ച് നമ്മൾ നിങ്ങൾ സേഫ് അല്ലേ എല്ലാവിടുന്ന് ഇറങ്ങി ഫുള്ള് ഇറങ്ങി ഇപ്പൊ പോയിട്ട് വന്നോ ഞങ്ങളിപ്പോ അവിടെ പോയിട്ട് വന്നു ചേരാല്ലൂർ ഇപ്പൊ പോയിട്ട് വന്നോളൂ എല്ലാ ഭാഗവും ഇറങ്ങി ഇപ്പൊ നമ്മുടെ റോട്ടില് ലിസ്റ്റിലുള്ളൂ ബാക്കിയൊക്കെ എല്ലാ ഭാഗവും ആലുവയിലേക്കൊക്കെ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് നിങ്ങളുടെ സാധനം കൊണ്ടുപോകാൻ വരാൻ പറ്റാനില്ല. അടുത്ത് നമ്മളങ്ങനെ ഒരു ചിന്ത പരക്കലുണ്ട്. അത് നമ്മളെ തമ്മിൽ അടിച്ചിട്ടാണ്. നമ്മളെ പഴയ കാരണവന്മാരൊക്കെ ഇപ്പൊ സ്നേഹിച്ചും ഇവിടെ ഉള്ള ഇവരെ ഈ മുസ്ലിങ്ങളായവരെയൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് ഇത് കിട്ടിയത്. ആ മൈൻഡിലേക്ക് നമ്മൾ മാറണം. ഈ വർഗീയത നമ്മുടെ നാട്ടിൽ തുറക്കണം. ഒരു ജാതിയുടെ പേരിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രമിക്കണം. സ്കൂളാണ് ഞങ്ങൾ കൊച്ചു കുട്ടികളെ പോലെ പഠിക്കാമെന്നവരെ പോലെ ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ജാതിയ മത ഒന്നുമില്ല, എല്ലാം ഒരേ സഹോദരന്മാരായിട്ടാണ്. മറ്റേ ജാമ്യ എന്ന് വന്ന പിള്ളേര് എവിടെ നിന്ന് വന്ന പിള്ളേരാണെന്ന് പോലും അറിയാൻ പാടില്ല. അൽഫർഗിയില് ഞങ്ങൾ രാത്രിയും പകലും സേവിച്ച് അതുങ്ങളെ ഇത്രയും കുറഞ്ഞ ഇവിടെ എന്റെ വീട്ടിലുണ്ടെല്ലാരും നിങ്ങളെ കാണാൻ വരും എല്ലാരും കേട്ടാ. അവർക്ക് ഇനി ഇവിടെയൊക്കെ ചായ തരണമെന്നൊക്കെ എല്ലാം ഒലിച്ചുപോയി കേട്ടാ. വരും നിങ്ങളെ കാണാൻ വരും കേട്ടോ. അവരൊക്കെ നമ്മൾ ഇന്നലെ പോയി ചരുവത്തിൽ കയറ്റിട്ടാണ് കൊണ്ടുവന്നിട്ട് വണ്ടി കയറ്റി. പ്രാർത്ഥിക്കും. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും നമ്മുടെ നാടിന്റെ ഐക്യത്തിനും സമാധാനത്തിനും സൗഹാർദ്ദത്തിനും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനോട് നമ്മൾ പറയാം. അങ്ങനെയൊന്നും അല്ല. ഒരാളും അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അതൊക്കെ ഒരു തെറ്റിദ്ധാരണ. അതൊക്കെ എല്ലാവർക്കും ഈ അധികാരം കിട്ടാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാണ്. വർഗീയത ഇളക്കിയില്ല.